തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കേരളത്തിലെ രാഷ്ട്രീയ ഗതികളെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഒരു അപകടകരമായ സൂചനയാണ് എന്നാണ് SDP വിലയിരുത്തുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ SDP വോട്ട് വേണ്ട എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ നിലപാടായി നമ്മൾ പരിഗണിക്കുന്നില്ല. അദ്ദേഹം മുമ്പും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ധാരണയാക്കിയതിനു ശേഷം പ്രഖ്യാപിച്ച പിന്തുണയെയും അദ്ദേഹം പിന്നീട് തള്ളിപ്പറയുകയും SDP വോട്ട് വേണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു. അതുപോലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അദ്ദേഹം ഇത്തരം നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ നിലപാടിൻ്റെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ കേരളത്തിലെ BJP ആണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം ഗുണം ചെയ്തത് BJPക്കാണ്. ഒരു പഞ്ചായത്തിലാണെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവി BJPയുടെ കൈകളിലേക്ക് തളികയിൽ വെച്ച് കൊടുക്കുന്ന നടപടിയായിരുന്നു അന്ന് VD സതീശൻ ചെയ്തത്. ഒരു കാരണവുമില്ലാതെ, അല്ലെങ്കിൽ BJPയെ ഒരു പഞ്ചായത്തിന്, കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിക്കുന്നതിന് അന്ന് അദ്ദേഹത്തിൻ്റെ നടപടി കാരണമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ബോധ്യമായിട്ട് പോലും, ഒരു സാധ്യതയായിരുന്നില്ല, അത് ഒരു ബോധ്യമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ നടപടി BJPക്കാണ് ഗുണകരമായത്. ഇപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയും അതിൻ്റെ ഗുണഭോക്താക്കൾ BJPയാണ്. ഉദാഹരണമായി ഇപ്പോൾ മഞ്ചേശ്വരത്ത് പറയുകയാണെങ്കിൽ, മഞ്ചേശ്വരത്തെ SDP സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കാരണമായത് പൊതുസമൂഹത്തിൻ്റെ വലിയ സമ്മർദ്ദമായിരുന്നു. അതിൽ ആ പൊതുസമ്മർദ്ദത്തിൽ കേരളത്തിലെ വിവിധ മതസംഘടനകൾ, അതുപോലെ തന്നെ സാമൂഹിക നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ അതിലുണ്ടായിരുന്നു. അന്ന് ഈവൻ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരെ മഞ്ചേശ്വരത്ത് SDP മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്, അങ്ങനെ മത്സരിക്കരുത് എന്ന്, അങ്ങനെ മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൻ്റെ നേർവിപരീതമാണ് VD സതീശൻ പറയുന്നത്. ഞങ്ങൾക്ക് VD സതീശനോടും അതുപോലെ UDFലെ നേതാക്കന്മാരോടും കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാരോടും ചോദിക്കാനുള്ളത്, ഇത് കോൺഗ്രസിൻ്റെ ഒരു പോളിസിയാണോ എന്നതാണ്. AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിലെ ഇന്നത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരൊരാൾ, ഞാൻ മുതിർന്നതെന്ന് ഉദ്ദേശിക്കുന്നത് നയരൂപീകരണ സമിതിയിലെ ഏറ്റവും അടുത്ത, അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും അറിയപ്പെടുന്ന ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് SDP എന്നല്ല, ആരുടെ വോട്ട് സ്വീകരിക്കും, അങ്ങനെ വോട്ട് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ VD സതീശൻ ഇന്നലെ തന്നെ പറയുകയാണ് SDP വോട്ട് വേണ്ട എന്ന്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടിൽ AICC ജനറൽ സെക്രട്ടറിയേക്കാളും മുകളിലാണോ VD സതീശൻ എന്ന് നമുക്ക് സംശയം തോന്നുകയാണ്. ഒരു മുകളിലുള്ള നേതാവ് പറഞ്ഞാൽ, AICC ജനറൽ സെക്രട്ടറി പോലുള്ള വളരെ പ്രഗത്ഭനായ പ്രമുഖനായ ഒരു വ്യക്തി പറയുമ്പോൾ അതിനെ മറികടന്ന് അതിനെതിരായി പറയുന്നത്, അത് കോൺഗ്രസിൻ്റെ എന്ത് സംസ്കാരമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസിനെല്ലാം കുറ്റം പറയുന്നത് VD സതീശൻ്റെ സംസ്കാരം. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം വളരെ ദുരൂഹമാണ്, വളരെ ദുരൂഹമാണ്. ഞങ്ങൾക്ക് ഇതിൽ ആശങ്കയുള്ളത്, കേരളത്തിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാൻഡേറ്റ് വെച്ചിട്ട് വിലയിരുത്തപ്പെടുന്നത് UDFന് മുൻതൂക്കമുണ്ട് എന്നാണ്. അതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം നമുക്ക് എന്താണുള്ളത്. പക്ഷേ അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDFന് വലിയ മുൻതൂക്കമുണ്ടായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ വിലയിരുത്തപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് UDF നേതാക്കളും അവകാശപ്പെടുന്നുണ്ട്. ആ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, ഒരു നല്ല ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ UDF വരികയാണെങ്കിൽ VD സതീശന് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭ്യമാകില്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു.
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം AIC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിലേക്ക് പോകുമെന്നും പറയപ്പെടുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാതിരിക്കണം എങ്കിൽ കേരളത്തിൽ UDFന് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ 75 സീറ്റിലൊക്കെ ഒതുങ്ങി നിന്നാൽ അപ്പോൾ പിന്നെ KC വേണുഗോപാലിനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ്സിലൊക്കെ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ ഒരിക്കലും ഒരു മൂന്നാം ആൾ വരാതിരിക്കാനും VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനും കഴിയുമെന്ന് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സീറ്റ് കുറയ്ക്കാനാണ്. പ്രത്യേകിച്ചും മഞ്ചേശ്വരം അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ ഈ സതീശൻ്റെ പ്രസ്താവന കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് വലിയ വോട്ട് കുറയും, അവർ തോൽക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു രാഷ്ട്രീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് കേരളത്തിൽ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ ഭൂരിപക്ഷം സീറ്റ് UDFന് കിട്ടുമെന്ന് പറയുമ്പോഴും 21ഓളം സീറ്റുകളിലെ UDFൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 5000 വോട്ടിന് താഴെയാണ്. STPI പോലുള്ള കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുള്ള ഇങ്ങനെ ഒരു ഗതി നിർണയത്തിന് സാധ്യമായ വോട്ട് ബാങ്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് തീരെ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നത് അവരുടെ വിജയത്തെ കുറക്കാൻ അവർ തന്നെ താല്പര്യമെടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു UDFിലെ ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് വ്യക്തമാക്കണമെന്ന് STPI ആവശ്യപ്പെടുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എല്ലാം പറയുന്നത് എല്ലാവരുടെയും വോട്ട് വാങ്ങുമെന്നാണ്. അപ്പോൾ അതിന് വിരുദ്ധമായി കേരളത്തിൽ ഒരു പ്രബലമായ ഒരു കക്ഷി STPI അത്ര എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം. ഞങ്ങൾക്ക് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തകന്മാരുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ വോട്ട് ബാങ്കുണ്ട്, കേഡർ സിസ്റ്റമാണ്. ഞങ്ങളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന വോട്ടർമാരും അണികളും ഞങ്ങൾക്കുണ്ട്, കേഡർമാരും അണികളും ഞങ്ങൾക്കുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന് ഇന്ന് കേരളത്തിൽ പരസ്യമായി പറഞ്ഞ ഏക രാഷ്ട്രീയ നേതാവ് സതീശനാണ്. അതൊരു ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ നമുക്ക് വേറൊന്നും മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആദർശമല്ല എന്നതിൻ്റെ തെളിവ് ആ പാർട്ടിയുടെ തന്നെ ദേശീയ നേതാക്കന്മാർ തിരിച്ചു പറയുകയാണ്. അത് ഒരു പാർട്ടിക്ക് 2 നേതാക്കന്മാർക്ക് 2 ആദർശബോധം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരു പാർട്ടിയുടെ ഒരു പൊതു പോളിസി ഒന്നായിരിക്കണം. ആ പോളിസിക്ക് വിരുദ്ധമായാണ് VD സതീശൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മഞ്ചേശ്വരത്ത് പിൻവലിക്കാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ട വിവിധ സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, അതുപോലെ നേതാക്കന്മാർ, വ്യത്യസ്തമായ സാമൂഹ്യ നേതാക്കന്മാർ, പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മതേതര വോട്ട് ഭിന്നിച്ച് കളയരുത് എന്ന് രാജിവെക്കണമെന്നാണ്. VD സതീശൻ്റെ ഈ പ്രസ്താവനയോട് ഇത്തരം നേതാക്കന്മാരും സംഘടനകളും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന് അറിയണം. ഞങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, കേരളീയ സമൂഹത്തിന് പോലും അത് അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിൽ അവർ നിലപാട് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞത് പിന്നീട് അവിടുത്തെ പ്രാദേശികമായ ആളുകളോട് വോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചത് കൊണ്ട് മാത്രമല്ല, ആ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവിടുത്തെ വിഷയങ്ങളെ പഠിച്ചിട്ടാണ് പറയുന്നത്. അല്ല, അത് അന്ന് ഞാനീ പറയുന്നത് പലപ്പോഴും നമ്മുടെ ചർച്ച എന്നതിലപ്പുറത്തേക്ക് ഡിമാൻഡാണ്, ആവശ്യമാണ്. ഇതിപ്പോൾ പിന്നെ മഞ്ചേശ്വരത്ത് STPI അവിടെ സ്ഥാനത്തും പിൻവലിക്കുന്നതാണ് നല്ലത്, മതേതര വോട്ട് ഭിന്നിച്ചു പോകരുത് എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് ഒരു റിക്വസ്റ്റാണല്ലോ, ഒരു പബ്ലിക് റിക്വസ്റ്റാണ്. എന്ന പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയാണ് BJPക്കെതിരെ, ഫാസിസ്റ്റ് മുന്നണിക്കെതിരെയുള്ള രാജ്യത്തെ പൊതുവായ ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയാണ് പിന്തുണക്കേണ്ടത് എന്ന് ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്താണ് CPM-ഉം. പക്ഷേ ആ ഇന്ത്യ മുന്നണിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന ഒരു പൊതു ഡിമാൻഡാണ്. അതവർ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പരിഗണിച്ചു. അത് അങ്ങനെ ഒരു സഖ്യ ചർച്ച പോലൊന്നും നടന്നിട്ടില്ല. BJPയെ തോൽപ്പിക്കാനല്ല മഞ്ചേശ്വരം സ്ഥാനാർത്ഥി നിർത്തിയത്. മഞ്ചേശ്വരത്ത് ഇവിടുത്തെ മുന്നണികളുടെയും സംഘടനകളുടെയും ഒക്കെ പിന്നെ BJP വിരുദ്ധത ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥി നിർത്തിയത്. അത് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അല്ല, ഫൈനൽ അവിടെ എത്തിയിട്ടില്ല. ഞാനും അതിനെ പറഞ്ഞു, എത്തിയിട്ടില്ല.
അത് ആലോചിക്കട്ടെ. അതിപ്പോൾ ഈ മുന്നണികളൊക്കെ ഇവിടെ നിലപാട് നിന്നിട്ട് വ്യക്തത വരട്ടെ. അപ്പോൾ ആയി വരുന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ 36 സീറ്റിൽ മത്സരിക്കുന്നു. അത് വിജയിക്കാനുള്ള കഠിന പോരാട്ടം, വിജയിക്കാൻ മീൻസ് പരമാവധി വോട്ട്. ഞങ്ങളൊരു വെറുതെ ഒരു വർത്തമാനമൊന്നും പറയില്ല, കാര്യങ്ങളായിട്ട് തന്നെ പറയണത്. അത് മുഖ്യമന്ത്രിയല്ല നിലപാട് പറഞ്ഞു, ഞാനല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് തിരുത്താനോ പിന്നെ അല്ലെങ്കിൽ അങ്ങനെ അല്ല ശരിയെന്നോ ശരിയെന്ന് പറയാൻ ഞാൻ ആളല്ലല്ലോ. അതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ. ഇല്ലല്ല, ആ ഒരു അനുമാനത്തിനും ഇപ്പോൾ അവസരമില്ല. അല്ല, STPയെ സംബന്ധിച്ച് BJPയെ തോൽപ്പിക്കൽ എന്താ പറയുക, അതാണ് ഏറ്റവും വലിയ. അങ്ങനല്ല, ചില BJPയെ തോൽപ്പിക്കേണ്ട ഘട്ടം വരുമ്പോൾ തോൽപ്പിക്കണം. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു പാർട്ടിയൊന്നുമല്ല STPI. ഇവിടെ അധികാരത്തിൽ വരാനും ജനപ്രതിനിധിയിലെ മുന്നണി ഇവിടുത്തെ നിയമസഭയിലും പാർലമെൻറ്റിലും പ്രായത്വമുണ്ടാകാനൊക്കെയാണ് STPI ഉള്ളത്. അതിനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു പാർട്ടി ഉണ്ടാക്കണം. അത് രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. അതിപ്പോൾ VD സതീശനാണ് ഇത് ചെയ്യുന്നത്. അതിപ്പോൾ VD സതീശനാണ് ചെയ്യുന്നത്. പിന്നെ ചില BJPയെ ജയിപ്പിക്കാൻ വേണ്ടി VD സതീശനാണ് നിലപാടെടുക്കുന്നത്. നിലപാടുള്ള ആൾ നല്ല പറഞ്ഞിട്ടില്ല ഞാൻ. അത് നിലപാടെന്ന് പറയുമ്പോൾ വേറൊന്നാണ്. VD സതീശനാണ് കേരളത്തിൽ UDFന് വേണ്ടി പിന്നെ ജനങ്ങളുടെ സമാഹരിക്കാനും മൊബിലൈസ് ചെയ്യാനും വേണ്ടി മുന്നിട്ടിറങ്ങിയ ആൾ എന്നാണ് പറയുന്നത്. നിലപാടെന്ന് പറഞ്ഞാൽ ഒരു നല്ല നിലപാടെന്നുള്ള സംഗതിക്കാണ് നിലപാടെന്ന് പറയും. നമ്മൾ അങ്ങനെയുള്ള പറയാം, ഒരു വാസന, നല്ല വാസന നമ്മൾ ഉദ്ദേശിച്ചത് എന്നപ്പോൾ അത് എന്ന പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിലപാട് തെറ്റാണെന്നാണ് ഞാൻ പറയണത്. നിലപാട് തെറ്റാണെന്നാണ് പറയണത്. BJP CPM തിരിച്ചും പറയുന്നുണ്ട്. ആ പറയുന്നതിന് ആക്കം കൂട്ടുകയാണ് സതീശൻ്റെ പ്രസ്താവന. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. അതായത് ഇത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പറയുന്നതാണ്. BJPയുടെ ഡീലുണ്ട് എന്ന് CPMനെ കുറിച്ച് പിന്നെ കോൺഗ്രസ് പറയാറുണ്ട്, കോൺഗ്രസിനെ കുറിച്ച് പിന്നെ CPM പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെ വിശ്വ ഐക്യവേദി ഉണ്ടല്ലോ, RV ബാബു, അദ്ദേഹം പറഞ്ഞത് 2 പ്രാവശ്യം VD സതീശൻ RSSൻ്റെ വോട്ട് വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ VD സതീശൻ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അല്ലല്ല, ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. അല്ല, അങ്ങനെ ഞാനിപ്പോൾ VD സതീശനെ കുറിച്ചാണ് ചോദിച്ചത്, അതുകൊണ്ട് പറഞ്ഞു. അല്ല പറയലല്ല, VD സതീശൻ പിന്നെ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഗോൾവാൾക്കർ ചിത്രത്തിന് മുമ്പിൽ പിന്നെ നിലവിളക്ക് കൊളുത്താൻ പോയ മനുഷ്യനല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ പിണറായി പോയതായി എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പോയിട്ടുണ്ടല്ലോ. നമ്മൾ ചില സംഗതികളെ വിലയിരുത്തുമ്പോൾ വസ്തുനിഷ്ഠമായിട്ടല്ല വിലയിരുത്തേണ്ടത്. മരിച്ചുപോയി, ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ LDFനെ പ്രതിരോധിച്ചിട്ടേ ഇല്ല. ഇല്ല, ഉത്തരവാദിത്തമില്ല. LDFനെ പ്രതിരോധിക്കുന്ന ഉത്തരവാദിത്തമേ ഇല്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.